മിക്കവാറും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല ഈ റിപ്പോർട്ട് അടിക്കൽ, ഈ റിപ്പോർട്ട് ഉണ്ടാക്കൽ. ഇപ്പോൾ സ്റ്റാഫ് ഉണ്ട്, അവർ അടിച്ചൊക്കെ വെക്കുക, ടെംപ്ലേറ്റ് അടിച്ച് വെക്കും, അതിൻ്റെ ഒരു ഫോർമാറ്റ് അടിച്ച് വെക്കും. പക്ഷേ വാല്യൂ ഞാൻ തന്നെയല്ലേ കാണുന്നത്, ഞാൻ തന്നെ ഇടണം. അപ്പോൾ ചിലപ്പോൾ ഓവർ നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടിയൊക്കെ വരും. പ്രോപ്പർട്ടി വാല്യുവേഷനാണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യുവേഷൻ. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് മെയിനായിട്ടും അതിനകത്ത് വരുന്നത്. ഓൾമോസ്റ്റ് നില്ലായിരുന്നു സ്ത്രീകൾ ഈ ഫീൽഡിൽ. ഇപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂട്ടുകൂടാൻ, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ചാൻസ് കളയാതിരിക്കുക. എന്നും പുതിയ പുതിയ അനുഭവങ്ങളാണ്. നമ്മൾ പുതിയ പുതിയ ആൾക്കാരെയാണല്ലോ നമ്മൾ. അതിപ്പോൾ പറഞ്ഞാൽ 10-15 സൈറ്റ് കാണുമ്പോൾ 15 പേർക്ക് 15 അവസ്ഥകളാണ് ഓരോരുത്തരുടെയും. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അതൊക്കെ കാണുമ്പം. നമുക്ക് കിട്ടിയ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നന്ദി ഉള്ളവരാണ്. ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? ഒന്നും നമുക്കത്ര എളുപ്പമായിട്ടൊന്നും കിട്ടുന്നതല്ല, കഷ്ടപ്പെട്ട് തന്നെ എടുക്കണം. ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് അപൂർവമായിട്ടുള്ളൊരു പ്രൊഫഷണലിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വനിതാ രത്നമാണ് ഷൈനി ചേച്ചി. ഷൈനി ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാം ഷൈനി ചേച്ചിയിലേക്ക്. ഹായ് ഷൈനി ചേച്ചി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. അപ്പം ഷൈനി ചേച്ചി എൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ വന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം ഞാൻ ആദ്യം ചേച്ചീനെ വിളിച്ചപ്പോൾ ചേച്ചിക്ക് വളരെ മടിയായിരുന്നു. ഞാനങ്ങനെ ഒരു ഒന്നും ചെയ്യുന്നില്ല എന്ന് വളരെ നിസ്സാരവൽക്കരിച്ച് എളിമപ്പെട്ട് മറുപടി പറഞ്ഞ ഒരാളാണ് ചേച്ചി. പക്ഷെ ഞാൻ പറയട്ടെ, ചേച്ചിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 52. ചേച്ചി റീസെൻ്റായിട്ടൊരു പരീക്ഷ എഴുതിയെടുത്തു. അതെന്താണെന്നൊന്ന് പറഞ്ഞേ പ്രേക്ഷകർ. എന്നിട്ട് എംടെക് സ്ട്രക്ചർ എഴുതിയെടുത്തായിരുന്നു. എംടെക് പരീക്ഷ. ചേച്ചി ഇപ്പോൾ റീസെൻ്റായിട്ട് പാസ്സായേക്കാണ്. 30 വർഷത്തിന് ശേഷം പോയിട്ട് യൂണിവേഴ്സിറ്റി എക്സാം എഴുതി പാസ്. അതെ, അതാണ്. അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. കോളേജിൽ ഇപ്പോൾ പോയിരുന്ന് നമ്മുടെ ചിലപ്പോൾ വളരെ ചെറിയ കുട്ടികളായിരുന്നു ടീച്ചേഴ്സൊക്കെ. ഞങ്ങളൊരു ചേച്ചിക്ക് എങ്ങനെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം? ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നൊരു സംഭവമായിരുന്നു അത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കപ്പിളുണ്ട്, ഞാനും ഹസ്ബൻഡും സിവിൽ എഞ്ചിനീയേഴ്സാണ്. അപ്പം അങ്ങനെ വേറൊരു ഇതുപോലെ തന്നെ ഒരു കപ്പിളുണ്ടായിരുന്നു. അപ്പം അവർ ഇങ്ങനെ എടുക്കാൻ പോണു എന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ നമുക്ക് വരുന്നോന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ കുറേ പേര് വരാമെന്ന് പറഞ്ഞു. അതിൽ കുറേ പേര് ഒഴിഞ്ഞു പോയി. അപ്പം ഏതായാലും ഞങ്ങൾ പോയിട്ട് എഴുതി. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു ഈ ഒരു ഗ്രൂപ്പിനകത്ത്. ആണ്, ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ കോളേജിൽ പോക്കും ആ ഒരു എക്സ്പീരിയൻസും? ഭയങ്കര നല്ലതായിരുന്നു. 30 വർഷത്തിന് ശേഷം ചേച്ചിക്ക് അത് ടച്ച് വിട്ടു, അല്ലെങ്കിൽ അത് പഠിക്കാൻ അങ്ങനെ തോന്നിയില്ല എന്നാണ്. മാത്സ് ഒക്കെ നമ്മൾ ശരിക്കും ഫസ്റ്റ് സെം ബിടെക് ഫസ്റ്റ് സെം സെക്കൻഡ് സെമ്മിൽ തീർന്ന സംഗതികളായിരുന്നു. അത് പിന്നെ രണ്ടാമത് ഇപ്പം ഈ 30 ഇയേഴ്സിന് ശേഷം എടുത്ത് പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ട്യൂഷനൊക്കെ എടുത്തു പുറത്തുനിന്ന്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. നന്നായി ചെയ്ത് നല്ല കുട്ടികളായിട്ട് പാസ്സായി. നമ്മൾ ബിടെക്കിന് എടുത്തതിനേലും സീരിയസ് ആയിട്ട് പാസ്സായി. വെച്ചാൽ നമുക്ക് നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണല്ലോ, ഉഴപ്പേണ്ട ഒരു ഏജ് അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട്. ചേച്ചി ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിച്ച വളരെ ചുരുക്കം പേരിൽ ഒരാളാണെന്ന് ഞാൻ പറയും. കാരണം വെന്നിൽ വെച്ചിട്ടാണ് ചേച്ചീനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം വെന്നിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പല പല ഗ്രൂപ്പ്സായിട്ട് തിരിക്കും. മെമ്പേഴ്സിന് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെ പല പല ആക്ടിവിറ്റീസൊക്കെ വെക്കും. അങ്ങനെ ഷൈനി ചേച്ചി എൻ്റെ ഗ്രൂപ്പിൽ വരികയും അങ്ങനെ ചേച്ചി എന്നെ വിളിക്കുകയും ചെയ്തു. എന്ത് കാര്യം പറഞ്ഞാലും ചേച്ചി ആദ്യം തന്നെ ഉണ്ട്, റെഡിയാണ്. അപ്പം ഈ ഒരു പോസിറ്റീവ് ഈ സ്പിരിറ്റ് പണ്ട് തൊട്ടേ ഉള്ളതാണോ? പണ്ട് തൊട്ടേ ഉള്ളതാണ്. എല്ലാത്തിനും റെഡിയാണ്. എല്ലാത്തിനും റെഡി. അതെങ്ങനെയാണ്? പറ്റുന്നതാണോ എന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല. പറ്റുന്നതാണോ എന്ന് ആലോചിക്കുന്നത് ചിലപ്പോൾ അറ്റത്തെത്തിയിട്ടായിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഫുൾ പെട്ടിരിക്കും. അവിടെ ഒരു അതങ്ങനെ ഒരു ശീലമാണ്, ഒരു ആറ്റിറ്റ്യൂഡാണ്. കൂട്ടുകെട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കൂട്ടുകൂടാൻ, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പോൾ അതിന് കിട്ടുന്ന ചാൻസ് കളയാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചേച്ചി അതുപോലെ എന്നോട് പറഞ്ഞു വാല്യുവേഷന് പോകുന്നു.
അപ്പം സ്വാഭാവികമായിട്ടും വാല്യുവേഷൻ നോക്കുമ്പോൾ ഞാൻ പേപ്പർ വാല്യുവേഷൻ ഞാൻ ചേച്ചി ടീച്ചിങ് പ്രൊഫഷൻ അല്ലല്ലോ, പിന്നെ ഇങ്ങനെ വാല്യുവേഷൻ വന്നേ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്താണ് വാല്യുവേഷൻ, എന്തിനാണ് ചേച്ചി പോകുന്നത്? വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ വാല്യുവേഷൻ അല്ല, പ്രോപ്പർട്ടി വാല്യുവേഷൻ ആണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യുവേഷൻ. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് മെയിനായിട്ടും അതിനകത്ത് വരുന്നത്. ഓക്കെ, അതിലേക്ക് എങ്ങനെയാണ് ചേച്ചി എത്തിപ്പെട്ടത്? പണ്ട് മുതലുള്ള ആഗ്രഹം ഇൻ ദ സെൻസ് ഇതിന് കുറേ വാല്യൂ, നമ്മുടെ പേരിൻ്റെ അപ്പുറത്തേക്ക് കുറേ ഡിഗ്രിയുടെ വാല്യുകൾ വരുമല്ലോ, ആഡ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ്. അതൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാസ് ഔട്ട് ബിടെക് കഴിഞ്ഞ് ജോലിക്ക് കയറിയ സമയത്ത് ഒരു HK അയ്യർ എന്ന് പറഞ്ഞ പുള്ളി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം അങ്ങേര് സ്ട്രക്ചറൽ എഞ്ചിനീയറാണ് അവിടുത്തെ. അപ്പോൾ പുള്ളിയുടെ ഈ സീലൊക്കെ കണ്ടിങ്ങനെ നീണ്ട കുറേ വൃത്തിയാണ്. അപ്പോൾ പുള്ളി നമ്മൾ വളരെ ചെറുതാണല്ലോ അന്ന്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് സാറിന് ഇത്രയും ഡിഗ്രീസ് അവിടെ നിന്ന് കിട്ടുകയും ചോദിച്ചു. അതൊക്കെ കുറേ ഫെല്ലോ മെമ്പർഷിപ്പുകളാണ് കുട്ടി, നിനക്കതൊക്കെ എടുക്കണമെങ്കിൽ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം മിനിമം അതിനെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ സമയത്ത് 10 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 10 വർഷം എന്ന് പറയുന്നതിന് വലിയൊരു കാലയളവാണല്ലോ. പക്ഷേ ഇപ്പം ഞാൻ നാളെ കണ്ണടച്ച് ഓർന്നപ്പോഴത്തേക്ക് അത് പോയി. ഇപ്പം 30 വർഷം കഴിഞ്ഞ് അന്നങ്ങനെ ഞാനതിങ്ങനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാലം ഇങ്ങനെ കുറേ പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ വാല്യുവേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം അവനിങ്ങനെ വാലൊന്നുമില്ല, അവൻ ഒന്നുമില്ല, ബിടെക് സിവിൽ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാനിങ്ങനെ നോക്കി 10 വർഷം കഴിഞ്ഞു. അയാൾ പറഞ്ഞത് വെച്ചിട്ട് നോക്കിയാൽ ഒരു 10 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ, അപ്പോൾ ഞങ്ങളൊരു ലോണിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു ലോൺ, കുറച്ച് റിമോട്ടാണ്, അതിന് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഒന്ന് ലോൺ വെക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ആ ബാങ്കിൽ മാനേജർ നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ കുറേ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ പ്രോപ്പർട്ടി വാല്യുവേഷനൊക്കെ ആരാ ചെയ്യണേന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ഫീൽഡിലേക്ക് ഇപ്പോൾ ആൾ കുറവാണ്, ഇവിടെ വരുന്ന ഒരു പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളീനെ ഇപ്പോൾ വിളിച്ചാൽ അത്ര ഇതിൽ പെട്ടെന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പം അതിന് ചെയ്യാൻ പറ്റുമോ? ഇത് കുറച്ച് ട്രാവൽ ചെയ്യണം. ഇപ്പം അതാണ് മെയിനായിട്ട് ട്രാവൽ ചെയ്യണം എന്ന് പറയുന്നത്, സ്ത്രീകളോട് പറയുന്നത്. ഇത് 11 വർഷത്തെ മുന്നത്തെ കാര്യമാണ് ഈ പറയുന്നത്. അന്ന് അതിലും കുഞ്ഞായിരുന്നപ്പോഴാണ് ഈ HK അയ്യർ സാർ എന്നോട് പറയുന്നത് ട്രാവൽ ചെയ്യണം, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം. ഇപ്പം എൻ്റെ ഉള്ളിലല്ലേ ഇത് പൊട്ടിയത് കൊള്ളാം, ട്രാവൽ നമുക്ക്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ്. അപ്പം ഒത്തിരി ഇപ്പോഴും ഈ ആളും പറഞ്ഞു ട്രാവൽ ചെയ്യണം. സ്ത്രീകളോട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം എന്ന് പറയുമ്പോൾ മിക്കവാറും പെൺമാറുമായിരിക്കും. ആ സമയം ഈ ഒരു 11 വർഷം മുമ്പ് ഓൾമോസ്റ്റ് നില്ലായിരുന്നു സ്ത്രീകൾ ഈ ഫീൽഡിൽ. ഇപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ട്രാവലിങ്ങും കൂടി ഇഷ്ടമായിട്ടാണ്. അപ്പം അങ്ങനെ ആ ബാങ്കിലാണ് ഞാൻ ആദ്യം പോയിട്ട് ചേർന്നത്. പിന്നെ അത് ജില്ലാ ബാങ്കുകൾ കയറി വന്നു. അങ്ങനെ കുറേ അങ്ങനെ വന്നൊരു 2020 കൊറോണ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ജോയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാൻ ഒട്ടും സീരിയസ് അല്ല. ഇത് വൺസ് ഇൻ എ വൈൽ, മാസത്തിൽ 1 or 2 വല്ലപ്പോഴും ഉള്ള. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി, അവരുടെ കൂടെ ട്രാവൽ ചെയ്യുക, പോകുക, വരിക. അത് കുറച്ച് ദൂരെ സൈറ്റുകളൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പതുക്കെ, അപ്പോഴത്തേക്കും വേറെ ജില്ലാ ബാങ്കുകളിൽ ഇത് നിയമം ആയി, അപ്രൂവ്ഡ് വാല്യൂസ് വേണം എന്നുള്ളത്. അങ്ങനെ പോയി വെൽത്ത് ടാക്സ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലൈസൻസ് എടുക്കണമായിരുന്നു. അത് ക്വാളിഫൈഡ് ആവാൻ അങ്ങനെ പോയി എടുത്തിട്ട് കയറി. ഇപ്പം എത്ര വർഷമായി ചേച്ചി ഇത് ചെയ്യുന്നു? ഞാൻ 2009 തുടങ്ങിയതാണ് ശരിക്കും. ഇത്രയും നന്നായി, ഇത്രയും കൂടുതൽ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഈ 2020 ശേഷം. ഇതെനിക്കൊരു പുതിയ ന്യൂസാണ്, ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ എഞ്ചിനീയറിംഗ് കഴിയുന്ന കുട്ടികൾക്ക് പോലും ഇത് അറിയില്ലായിരുന്നു. ഞാനിതിങ്ങനെ അന്ന് അങ്ങനെ കണ്ടതുകൊണ്ടാണ് നമുക്കിത് പറ്റുന്നത്. പിന്നെ മിക്കവാറും ഇത് റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. ഓക്കെ, ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടിനെ കുറിച്ചൊന്ന് പറയാമോ ഈ ഒരു കാര്യം? ഭയങ്കര പുള്ളിയാണ് ഇവിടെ പോയി നിനക്കത് ഇൻട്രസ്റ്റ് ആണല്ലോ, നീ ഇവിടെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ചോദിപ്പിച്ചതൊക്കെ പുള്ളിക്കാരനാണ്. പിന്നെ ഇങ്ങനെ ആദ്യം ആലപ്പുഴ, പത്തനംതിട്ട എന്നൊക്കെ പറയുമ്പോൾ ആദ്യം വേണ്ടാന്ന് പറയുന്നത്. പിന്നെ അത് കുഴപ്പമില്ല, ഇപ്പം ഇവരുടെ കൂടെയാണ്, നമ്മളവിടെ ചെന്നാൽ മതി. പിന്നെ ബാങ്കിൻ്റെ വണ്ടി ഉണ്ടാവും, അവരുടെ ആൾക്കാരുണ്ട്. കൂടുതലും എല്ലാവരും സ്ത്രീകൾ തന്നെയാണ് ഇവരുടെ മാനേജർ ആയിട്ട് ഇരിക്കുന്നത് മിക്കവാറും എല്ലാ സ്ഥലത്തും.
അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പുതിയ പുതിയ ഫ്രണ്ട്സാണ് എനിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ തന്നെ എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വെറുതെ കാണുമ്പോൾ അങ്ങനത്തെ അല്ല, അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഇപ്പം എവിടെയാ അതെ അങ്ങനെ അങ്ങനെ നമ്മളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളുമായിരുന്നു അന്ന് ചേച്ചിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്? അന്ന് കുട്ടികളൊക്കെ ചെറുതായിരുന്നില്ലേ? 36 വയസ്സിലെന്ന് പറയുമ്പം കുട്ടികൾ അവിടെ അടുത്ത തേവര തന്നെയായിരുന്നു. അന്ന് ജോയിൻ ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വൺസിന് വയലിൽ 1-2 ഒക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ 2020-ലായപ്പോഴത്തേക്കും എൻ്റെ പിള്ളേർ വലുതായി. ഇളയാൾ 10th പഠിക്കുന്ന സമയമായി. നേരത്തേക്ക് വീട്ടിൽ ആരെങ്കിലും മെയ്ഡ് ആരെങ്കിലും ഉണ്ടാകും, പിന്നെ ഹസ്ബൻഡ് വരും. ഞാൻ കുറച്ച് വെളുപ്പിന് പോയിട്ട് രാത്രി വരും എന്നുള്ള. പിന്നെ പത്തനംതിട്ടയൊക്കെ ചെയ്ത സമയത്ത് അവിടെ സ്റ്റേ ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നേരെ ഹസ്ബൻഡ് കൂടെ വരും. ഇവിടെ പാരൻസിനെ ആരെങ്കിലും വിളിച്ച് നിർത്തിയിട്ട് ഒക്കെ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വെല്ലുവിളി എന്ന് പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ ആ ഒരു കാലയളവ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് പറഞ്ഞല്ലോ, നമ്മൾ പാസ് ഔട്ടായി 10 കൊല്ലം കഴിയുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരെല്ലാം ഒരുമാതിരി ഒക്കെ ആയിട്ടുണ്ട്. മൂത്തയാളെ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ള ഇളയാള് ഞാൻ പറഞ്ഞല്ലോ ലണ്ടനിലേക്ക് പോയി. മൂത്തയാളാണ് ഇപ്പോൾ ആർക്കിടെക്റ്റ് ഞങ്ങളുടെ കൂടെ 2 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. പുള്ളിക്കാരിയാണ് ഈ പ്രാവശ്യം വനിതാ വീടിൻ്റെ ഒക്ടോബറിൽ സ്മാർട്ട് ഐഡിയ വിന്നർ. ഓ അത് ശരി. സൂസൻ കുര്യൻ. ഇപ്പോൾ വനിതാ വീടിൻ്റെ എഡിഷൻ ലാസ്റ്റ് പേജിലാണ്, ഈ ലാപ്പിൻ്റെ ലാസ്റ്റ് പേജിലുണ്ട്. അത് കാണുവാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടായിട്ട് മിക്കവാറും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഈ റിപ്പോർട്ട് ഉണ്ടാക്കൽ ഇപ്പോൾ സ്റ്റാഫ് ഉണ്ട്, അവർ അടിച്ചൊക്കെ വെക്കുക, ടെംപ്ലേറ്റ് അടിച്ച് വെക്കും, അതിൻ്റെ ഒരു ഫോർമാറ്റ് അടിച്ച് വെക്കും. പക്ഷേ വാല്യൂ ഞാൻ തന്നെയല്ലേ കാണുന്നത്, ഞാൻ തന്നെ ഇടണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓവർനൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യേണ്ടിയൊക്കെ വരും. പക്ഷേ എനിക്ക് പിറ്റേ ദിവസം പോകാനുള്ള ആ ഒരു സന്തോഷം കൊണ്ട് ഞാനിതൊക്കെ ആ ഒരു ഇൻട്രസ്റ്റും ഉണ്ട്. ശരിക്കും ഇത് ഇന്നിടത്തേക്ക് ഇന്ന് വാല്യുവേഷൻ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരിക്കലും ഇന്ന് വരെ ദൈവം കഴിച്ചൊരു മടുപ്പ് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എല്ലാവരും ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നിയിട്ടില്ല മടുപ്പ്. ഈ പ്രൊഫഷനിൽ ചേച്ചി ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി നമുക്ക് എന്നും പുതിയ പുതിയ അനുഭവങ്ങളാണ്. നമ്മൾ പുതിയ ആൾക്കാരെയാണല്ലോ നമ്മൾ. അതിപ്പോൾ പറഞ്ഞാൽ 10-15 സൈറ്റ് കാണുമ്പോൾ 15 പേർക്ക് 15 അവസ്ഥകളാണ് ഓരോരുത്തരുടെയും. അത് കേട്ടാൽ നമുക്ക് ശരിക്കും സങ്കടം വരും. നമ്മൾ ചിലപ്പോൾ ഒത്തിരി പൈസ ഉണ്ടായിരുന്ന ആൾക്കാർ ഒത്തിരി നല്ല ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് ഡൗൺഫോൾ വരുന്നവർ. ഇപ്പം ഇന്ന് ഞാൻ പോയൊരു ഇത് പറഞ്ഞതെന്നു വെച്ചാൽ അയാൾ ഗൾഫിൽ നന്നായി ജോലി ചെയ്തു ഒക്കെ നല്ല വീടും സ്ഥലങ്ങളും ഒക്കെ കുറേ വാങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് ബോട്ട് വാങ്ങിക്കോളാൻ പറഞ്ഞു അയാളോട്. ഈ ഫിഷിംഗ് ബോട്ട് വാങ്ങിക്കോളാം. ആദ്യത്തെ ഫിഷിംഗ് ബോട്ട് വാങ്ങി ഇയാൾ നന്നായി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 3 കൂടി ഇവരിങ്ങനെ നിർബന്ധിക്കുമോ, ഇയാൾക്ക് ഒരെണ്ണം സക്സസ് ആയപ്പം അയാൾ ട്രൈ ചെയ്തു. ഇപ്പം മൊത്തം പുള്ളിക്കാരൻ ഡെറ്റിലേക്ക് പോയി. ഭയങ്കര കഷ്ടത്തിലാണെന്ന് ഇന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെ അവസ്ഥകളെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അയാൾ പുറത്ത് പോയി കഷ്ടപ്പെട്ട് വന്ന് ഇവിടെ ഒരു നല്ല ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ട് ഇവിടെ വന്ന് ഇരിക്കേണ്ട സമയത്ത് പുള്ളിക്ക് അങ്ങനെ ഓരോ ദിവസവും ഓരോരോ കഥകളാണ്. നമ്മൾ ചില കാര്യങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ നമ്മൾ എത്രമാത്രം പറയാം, ഏത് എക്സ്റ്റെൻറ്റിന് നമുക്കത് പുറത്ത് പറയാമോ എന്ന് ഉള്ളത് നമ്മൾ ആലോചിക്കും. അപ്പം ചേച്ചിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തിരിച്ചറിവ് എന്താണ്? എന്തെങ്കിലും തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമുക്ക് തന്നിരിക്കുന്ന ഒരു അനുഗ്രഹങ്ങൾ, അത് അതിനെപ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊന്നിനെ കുറിച്ച് പരാതി പറയാൻ നമുക്കൊരു അർഹതയും ഇല്ല. നമ്മളെപ്പോലെ തന്നെയുള്ള ഫെലോ ബീയിങ്സ് അത്രയും കഷ്ടപ്പെടുന്നവർ ഉള്ള ഒരു സമയത്താണ് നമ്മൾ ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുമ്പം നമ്മൾ കംപ്ലയിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതിപ്പോൾ നമ്മളുടെ ഭർത്താവ് നമുക്കൊരു ശരിക്കും നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ഭർത്താവ്, നമ്മുടെ മക്കൾ, ഇതെല്ലാം നമുക്ക് ബ്ലെസ്സിങ്സ് ആണ്. നമ്മുടെ പാരൻസ് നമ്മൾക്ക് തന്ന എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമുക്ക് നല്ല ബ്ലെസ്സിങ്സ് ആണ്. ഇതെല്ലാം നമ്മളെപ്പോലെ തന്നെ അർഹത ഉള്ളവരാണ് ബാക്കി എല്ലാവരും അല്ലേ. അവർക്ക് കിട്ടാണ്ട് പോയ
പലതുമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നതെന്നാണ് ഞാൻ എപ്പോഴും അത് മക്കളോട് പറയും. ഇതൊക്കെ ഒരിക്കലും നമ്മളതിൽ നിന്നും കംപ്ലൈനിങ് ആയിട്ടുള്ളൊരു ഇതിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കുക കിട്ടിയതിൽ നമ്മൾക്ക് ഇത്രയും വന്ന്. ശരിക്കും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അതൊക്കെ കാണുമ്പം നമുക്ക് കിട്ടിയ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നന്ദി ഉള്ളവരാണ്. ചേച്ചിയുടെ ഫാമിലിനെ കുറിച്ച് പറയോ? മക്കൾ എന്ത് ചെയ്യുന്നു? മക്കള് 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ ആർക്കിടെക്ചർ കഴിഞ്ഞു, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നായിരുന്നു. അവളും 2 കുട്ടികളും പുറത്തേക്ക് പോകാനായിട്ടാണ് ഇരുന്നത്. ഇളയാളിപ്പോൾ UK ലണ്ടൻ UAL യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് ലണ്ടനിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞ മാസം. ഇളയാൾ ഇവിടെ നിന്ന് 12th കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഇയാളും ഇപ്പം നല്ല യൂണിവേഴ്സിറ്റികളിൽ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റികൾ വേണമെന്ന് പറഞ്ഞിട്ട് അതിന് GREക്ക് വേണ്ടിയും ഒക്കെ ട്രൈ ചെയ്യാൻ ഇരുന്നിട്ട്. അപ്പോൾ ചേച്ചി 2 വർഷം ഞങ്ങളുടെ കൂടെ വന്നു പുള്ളിക്കാരി. ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടല്ലോ, നിങ്ങൾ എന്താ ബിസിനസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ ആണ് ബേസിക്കലി. ഞങ്ങൾ ബിൽഡേഴ്സ് ആണ്. ചേച്ചിയും ഹസ്ബൻഡും കൂടെ? അതെ, അതാണ് ഞങ്ങളുടെ ആദ്യം നമ്മൾ തുടങ്ങിയത്. അതൊന്നും നമ്മുടെ വലിയ ഡ്രീം എന്നൊന്നും പറയാനില്ല. എല്ലാവരെയും പോലെ പഠിച്ചിറങ്ങിയപ്പോൾ ജോലി കിട്ടി, സർക്കാർ ജോലി കിട്ടിയില്ല. അന്നേരം നമ്മൾ തുടങ്ങിയതാണ്. അതൊക്കെ ഇപ്പം എത്ര വർഷമായി? ഇപ്പം 26 ഇയേഴ്സായി. ഓക്കെ. ഇതിൻ്റെയും കൂടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണോ M.Tech പോയി എടുത്തത്, അതോ ചേച്ചിയുടെ മാത്രം ഒരു ഇൻട്രസ്റ്റിൽ പോയത്? അല്ല, ഞാനും ഹസ്ബൻഡും കൂടി ഒരുമിച്ചാണ് പോയെടുത്തത്. ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയെടുത്തത്. അത് എടുത്താൽ നമ്മുടെ നല്ലതാണ് തീർച്ചയായിട്ടും. നമുക്ക് ഞങ്ങൾ ഈ സ്ട്രക്ചറൽ ഡിസൈൻസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്കെയില് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ആരും ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നില്ല. അത് തന്നെ ഒരു പുറത്തോട്ട് പോവുകയാണെന്നാണോ, അതോ ഈ ഫീൽഡേ വിട്ട് മാറിപ്പോവാണ്. ഇവർക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല. കുട്ടികൾ റെഡി ആയിട്ട് വന്ന് ഒരാഴ്ച വന്ന് നമ്മളിവിടെ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും നിന്ന് നമ്മുടെ കൂടെ നിന്ന് വെയിൽ കൊള്ളണമല്ലോ. അതെ, കൺസ്ട്രക്ഷൻ ആണല്ലോ. അതെ. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പാരൻസ് പറയും മോള് കറുത്തു പോയി, അയ്യോ വെയിലുണ്ട് കറുത്തു പോയി, അതുകൊണ്ട് മോള് ഇനി പോകണ്ട. അപ്പോൾ അവിടെ അടുത്ത് ഏതെങ്കിലും ഒരു ലൈസൻസിൻ്റെ കൂടെ കുറച്ച് നാൾ നിൽക്കുമ്പോൾ കെട്ടിച്ചു വിടും. അതിനെ കെട്ടിച്ചു വിടും. പിന്നെ അത് ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. പിന്നെ എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പൊതുവേ കുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. പഠിക്കാൻ പോകുന്നുണ്ട്. +2 കഴിയുമ്പം നമ്മൾ ഒന്നല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആ ഒരു ട്രെൻഡ് ഇപ്പോഴും കിടക്കുന്നതുകൊണ്ട് അതുങ്ങൾ പോകുന്നുണ്ട്, പഠിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അറിയാമല്ലോ, നമ്മൾ മുടക്കുന്ന പൈസയുടെ ഒരു 70% നമ്മളിങ്ങനെയുള്ള കോളേജിൽ പഠിക്കുമ്പോൾ സർക്കാർ മുടക്കുന്നുണ്ട്. അതിന് അർഹതപ്പെട്ട എത്രയോ പിള്ളേരെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ കയറി ഇരിക്കുന്നത്. എന്നിട്ട് അത് പഠിക്കുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് നല്ലത് ശരിയായ ഒരു വേണ്ടി മാത്രം ഉപയോഗിക്കും. നേരം പഠിച്ചാൽ അത് വർക്ക് ചെയ്താലല്ലേ സ്റ്റാറ്റസ് ഉള്ളൂ അതിന്, അല്ലേ? വർക്ക് ചെയ്യാതെ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു മേന്മയായിട്ട് പറയാൻ മാത്രം. അത് കഴിഞ്ഞിട്ട് പണ്ട് പറയാം, ഞങ്ങളുടെയൊക്കെ കാലത്ത് പറയാമായിരുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അതൊരു സ്റ്റേറ്റസ് ആയിരുന്നു. നമ്മൾ എൻട്രൻസ് എഴുതി കഷ്ടപ്പെട്ട് എഴുതിയൊക്കെ വന്നു. ഇപ്പോൾ കുട്ടികൾക്ക് പൈസ കൊടുത്ത് കയറുമല്ലേ പിള്ളേർ. പാരൻസിൻ്റെ അടുത്ത് പറയാം എനിക്ക് ഇന്നതാണ് പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ പാരൻസ് കൊടുക്കാൻ തയ്യാറാണ്. അവരെ പഠിപ്പിച്ചിറക്കിയിട്ട് എന്നിട്ട് അത് അവർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നന്നായിട്ട് യൂസ് ചെയ്യണം എന്നാണ് തീർച്ചയായിട്ടും. അന്നേരം പറഞ്ഞ വെയിലും അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു 3 വർഷം ആ കുട്ടികൾ നിന്നാൽ അവർക്കത് നല്ലതാണ്. 3 വർഷമെങ്കിലും നിന്ന് അവരത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് നല്ലതായിട്ട് വരും. ഏതൊരു ഫീൽഡിലാണേലും കഷ്ടപ്പാടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മുടെ ഇതിനകത്ത് വെയിലും എല്ലാം ഉണ്ട്. വെയിലാണ്. അപ്പം അല്ലാത്തടത്ത് ഇപ്പോൾ IT ഫീൽഡിൽ നിസ്സാരമാണോ? അല്ല. IT ഫീൽഡിൽ അവരൊരു 40 ഇയേഴ്സിന് മുന്നേ ഇവരെ പാക്കപ്പ് ചെയ്യും, അല്ലേ? പുതിയ കുട്ടികളെ എടുത്തു വയ്ക്കും. ഇതിന് അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്നവരും നമ്മളതിലൊരു ജെമ്മായി വരികയാണ് ചെയ്യണം. അതെ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട്. IT ഫീൽഡിലാണെങ്കിലും വർക്ക് സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ ഇപ്പം എന്തോരം കേൾക്കുന്നു. അതുപോലെ അക്കൗണ്ട്സ് അല്ലേ കഴിഞ്ഞ പൂനെയിൽ അപേക്ഷിച്ച്. അതെ. അതൊക്കെ ഒന്നും നമുക്ക് അത്ര എളുപ്പമായിട്ടൊന്നും കിട്ടുന്നതല്ല. കഷ്ടപ്പെട്ട് തന്നെ എടുക്കണം. ചേച്ചിക്ക് ഇനി പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് ഈ ചേച്ചി ചെയ്യുന്ന പ്രൊഫഷനെ റിലേറ്റ് ചെയ്തിട്ട് ഈ വാലുവേഷനിലേക്ക് വരാൻ താല്പര്യമുള്ള, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുമ്പോഴായിരിക്കും കുറേ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ
കിട്ടുന്നത്. കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നിപ്പോൾ ഇതിനൊക്കെ ഈ വാല്യുവേഷന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് വന്നാൽ ഇതാണ് ഇനി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രാവൽ ചെയ്ത് നമുക്ക് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്ത് ദിവസവും ന്യൂ ആൾക്കാരെ മീറ്റ് ചെയ്ത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഇത്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരിക. വരിക. അതിലെങ്ങനെയാ അപ്പോൾ ബാങ്കിനെയാണോ നമ്മൾ സമീപിക്കേണ്ടത്? ഇതിന് ബാങ്ക് മാത്രമല്ല, ഇതിന് പല ഓപ്ഷൻസ്. കോർട്ടിലൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നൊരു ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ചെയ്യാം. അതിന് വാല്യൂ ചെയ്യാനായിട്ട് അപ്രൂവ്ഡ് വാല്യൂവർ വേണം. ബാങ്കിൻ്റെ ലോണിലിരിക്കുന്ന പ്രോപ്പർട്ടിക്ക്, ലോൺ വയ്ക്കുന്ന പ്രോപ്പർട്ടിക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ അതിനായിട്ട് വേണം. പിന്നെ നമ്മൾ ഫാമിലി പ്രോപ്പർട്ടി ഡിവിഷനൊക്കെ വരുന്ന സമയത്തും ചില തർക്കങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനൊരു ജെന്യൂനിറ്റി വരുമല്ലോ. ഒരാൾ പുറത്തുനിന്ന് ഒരു പ്രൊഫഷണൽ വന്ന് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ. അത് അങ്ങനെ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇന്നുവരെ അങ്ങനെയൊന്നും ഫീൽ എനിക്കൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ എതിരായിട്ടൊന്നും, അങ്ങനെ നമ്മൾ പേടിച്ച് ചെല്ലേണ്ടതായിട്ടുള്ളൊരു ഇതൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ ചേച്ചി, താങ്ക് യു സോ മച്ച് ഇത്രയും സമയം എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി തന്നതിന്. അതുപോലെ പുതിയൊരു പ്രൊഫഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പകർന്നു തരാൻ കാണിച്ചത് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കും അങ്ങനൊരു അവസരം തന്നെ. ഞാനിതൊന്നും ആലോചിച്ചിട്ട് അത് ഇത്ര വലിയൊരു സംഭവമാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാനും ആലോചിക്കണേ, കൊള്ളാം, ഇനി അങ്ങനെയാണല്ലോ ഒന്ന്. ഓൾ ദ ബെസ്റ്റ് ചേച്ചി. താങ്ക് യു.